നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ആരാധകർ നാളേറെയായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രത്തിനായി. അച്ഛന്റെ പാത പിന്തുടർന്ന് ചേട്ടന് പിന്നാലെ വിസ്മയ മോഹൻലാലും അഭിനയ രംഗത്തേക്ക് വരികയാണ്. യാത്രകളും എഴുത്തും മാർഷൽ ആർട്സും ഒക്കെയായി പോകുന്ന വിസ്മയ അഭിനയത്തിലേക്ക് വരും എന്നാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. വിസ്മയയുടെ നല്ല ഒരു തുടക്കമാവട്ടെ എന്നാണ് ആരാധകരുടെയും ആശംസ. 2018 എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് ഉയർത്തിയിരിക്കുന്നത്. തുടക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. 2026 ഓണത്തിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പൃഥ്വിരാജ് സുകുമാരന്റെ ആക്ഷൻ ചിത്രമായ ഖലീഫയുമായി നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. മോഹൻലാൽ ട്വിറ്ററിൽ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചു. അദ്ദേഹം 2 വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ: വിസ്മയ തുടക്കം. പോസ്റ്ററിൽ വിസ്മയ ഓടുന്ന ബസ്സിനുള്ളിൽ വിൻഡോയുടെ ചേർന്ന സീറ്റിൽ തല ചായ്ച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുക. ഗ്ലാസിൽ മഴത്തുള്ളികൾ കാണാം. വളരെ നിശബ്ദമായ ചിന്തയിൽ ആഴ്ന്നിരിക്കുന്ന വിസ്മയയ്ക്കൊപ്പം സഹതാരം ആശിഷ് ജോ ആന്റണിയും പോസ്റ്ററിലുണ്ട്. പോസ്റ്ററിന്റെ മുകൾ ഭാഗത്തായി മോഹൻലാലിന്റെ മുഖം മങ്ങിയ രീതിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ പുതിയ തുടക്കത്തിനായി ഞങ്ങൾ ആവേശഭരിതരാണ്. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ വിസ്മയയുടെ അരങ്ങേറ്റം പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു. മാജിക് കാണാൻ കാത്തിരിക്കുന്നു. അയ്യോ, നന്നായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ജൂഡ് ആന്റണി ജോസഫും ഉയർന്ന പ്രതീക്ഷകളും. തുടക്കം എന്നൊരാൾ കുറിച്ചപ്പോൾ അപ്പുകൂടി ഉണ്ടായിരുന്നു എങ്കിൽ എന്നാണ് മറ്റൊരാൾ എഴുതിയത്. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രത്തിന്റെ സംവിധാനം. ഓം ശാന്തി ഓശാന, 2018 തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ജൂഡ് ആന്റണി പ്രശസ്തനാകുന്നത്. ദേശീയ അവാർഡ് ജേതാവായ ചലച്ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. തുടക്കം എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ മോഹൻലാൽ വളരെ വികാരഭരിതനായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്: എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാനൊരു വിസ്മയമായി, അത്ഭുതമായി കണക്കാക്കുന്നു. എന്റെ കുട്ടികൾ സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. അത് സംഭവിച്ചു. കാലം വിധിച്ചതുപോലെ പ്രേക്ഷകരാണ് എന്നെ ഇവിടെ എത്തിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഇത്തരം ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു, അഭിനയിച്ചു, അത്രമാത്രം. 2 മക്കളും അഭിനയിക്കും. സ്കൂളിൽ അപ്പുവിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. മായയും നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇതും ഒരു തുടക്കമാകട്ടെ എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കം സിനിമയുടെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിസ്മയയ്ക്കും ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷിനുമൊപ്പം മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാമായിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ മുഖം മാത്രം വെളിപ്പെടുത്തിയിരുന്നില്ല. നിസ്സഹായയായ ഭാവത്തോടെ നോക്കുന്ന വിസ്മയയ്ക്കും പുറകിൽ രൂക്ഷഭാവത്തോടെ നോക്കുകയാണ് ആശിഷ്. ചിത്രത്തിൽ ആശിഷ് വില്ലനായിട്ടാണോ പ്രത്യക്ഷപ്പെടുന്നത് എന്ന സംശയത്തിലാണ് പ്രേക്ഷകർ. അതേസമയം ആദ്യം പുറത്തുവന്ന പോസ്റ്ററിൽ വിസ്മയയെ മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. ബസിന്റെ വിൻഡോ സീറ്റിലായിരുന്നു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന വിസ്മയയുടെ ചിത്രം പോസ്റ്ററിൽ കണ്ടിരുന്നത്. പിന്നിൽ ആശിഷിനെയും അവ്യക്തമായി കാണാമായിരുന്നു. അദൃശ്യമായി ആ പോസ്റ്ററിന്റെ മോഹൻലാലിന്റെ സാന്നിധ്യവും ചർച്ചയായിരുന്നു. പോസ്റ്ററിൽ മാത്രമല്ല, സിനിമയിലും ശക്തമായ റോളിൽ മോഹൻലാൽ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്റർ. പോസ്റ്ററിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന മോഹൻലാലിനും പിന്നിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൾ ആശിഷും നിൽക്കുന്നതിന് നടുവിലാണ് വിസ്മയയെ കാണാൻ സാധിക്കുന്നത്. റിയൽ ലൈഫിൽ നിന്നും വ്യത്യസ്തമായ ഇതുവരെ കാണാത്ത ലുക്കിലാണ് വിസ്മയയെ കാണുന്നത്. കണ്ണുകൾ വളരെ ആകർഷണീയമാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മകൻ ആശിഷ് ആന്റണിയും ഒരു പ്രധാന വേഷം ചെയ്യുന്നു എന്ന കാര്യം ലോഞ്ചിങ് ചടങ്ങിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർക്ക് സർപ്രൈസ് തന്നെയാണ്. മകളുടെ സിനിമയ്ക്ക് സകല പിന്തുണയും നൽകി മോഹൻലാൽ സജീവമാണ്. ഏറ്റവും നല്ല തുടക്കം മകളുടെ തുടക്കം എന്ന ചിത്രത്തിന് ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ് നടന്. പിന്തുണയുമായി പ്രണവ് മോഹൻലാലും പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. വിസ്മയയ്ക്ക് ഇതൊരു മികച്ച തുടക്കമാവട്ടെ എന്നാണ് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകരും മലയാളികളും ആശംസിക്കുന്നത്. തുടർന്ന് സിനിമയിൽ സജീവമാകുമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ സിനിമയുടെ റിലീസിന് ശേഷം തീരുമാനിക്കാമെന്ന അഭിപ്രായമാണ് മോഹൻലാലിനും സുചിത്രയ്ക്കും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.